ഞങ്ങളുടെ അമ്മ ഗൾഫിൽ ഇരിക്കുക ചെയ്ത് ഞങ്ങളുടെ അമ്മ കത്തെഴുതുന്നതായിട്ട് ഇവർ കത്തെഴുതി പെരിയാറ്റി വന്ന് പോസ്റ്റ് ചെയ്ത് കൂട്ടിക്കലോട്ട് മുണ്ടക്കയത്തോട്ട് അയച്ച്. അപ്പോൾ ഞങ്ങളുടെ അമ്മ കത്തെഴുതുന്നതായിട്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് അപ്പം ഇച്ചിരി സുഖമില്ലായിരുന്ന സമയത്ത് കത്തെഴുതി വിട്ട് അങ്ങനെ ബന്ധം പിരിയുക ചെയ്തത്. ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ അമ്മ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്ക് 15 പവൻ്റെ സ്വർണം തന്ന് 1 ലക്ഷം രൂപയും കൊടുത്ത് എനിക്ക് കിട്ടിച്ചു. ഇവക്കും അതുപോലെ തന്നെ ഹൗസ് മെയ്ഡ് ജോലി ചെയ്യുക ഗൾഫിൽ. ഇവക്കും അതുപോലെ തന്നെ വേണമെന്ന് എല്ലാ സഹായം ചെയ്ത് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ അമ്മയ്ക്കെന്നും പറഞ്ഞു 1 രൂപ പോലും ഞങ്ങളുടെ അമ്മ മിച്ചം വെച്ചിട്ടില്ല. ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ചിലവായിക്കൊണ്ടിരിക്കുക. ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാനും ഞങ്ങളുടെ അമ്മായി ഇപ്പോൾ കല്യാണം കഴിച്ച ആ സ്ത്രീയുടെ വീട്ടിൽ ചെളിക്കൂടി പോയായിരുന്നു. ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ അമ്മായി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ 2 മക്കളോട് നിയമപരമായിട്ട് ബന്ധമൊന്നും തീർത്തിട്ടില്ല, നിങ്ങൾ കല്യാണം കഴിക്കരുത്, 2 പെൺകുട്ടികളുണ്ട്, ഞങ്ങളുടെ ഒരു കാര്യം ഇതൊരു തീരുമാനമായിട്ടില്ല, നിങ്ങൾ എനിക്ക് വേറെ ഒരു ആദരവില്ല, എനിക്ക് കൂടെ പറഞ്ഞവരാരുമില്ല, നിങ്ങൾ അങ്ങനെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അത്താടെ പെങ്ങൾ ആ വീട്ടിൽ ഇരിപ്പണം. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കെട്ടുതന്നെ ഈ 2 പിള്ളേരെയും കൂടെ കൂട്ടിയിട്ട് ഏർവാടിക്ക് ഞങ്ങൾ സിയാർത്തിനാന്ന് പറഞ്ഞുകൊണ്ട് നേർച്ചയ്ക്ക് സിയാർത്ത് ചെയ്യാനാന്ന് പറഞ്ഞ് നേർച്ചയ്ക്ക് പറഞ്ഞ് ഞങ്ങളെ 3 പേരെയും കൂടെ കൂട്ടിയിട്ട് എൻ്റെ ഏട്ടൻ പോയി. അവിടെ ചെന്ന് ഏർവാടി ദർഗയ്ക്കകത്ത് കയറി കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ മേടിച്ചെന്ന് അന്ന് നല്ല രീതിയിലൊക്കെ സഹകരിച്ച് ഭക്ഷണമൊക്കെ മേടിച്ചെന്ന് വെച്ച് പിറ്റേന്ന് വൈകുന്നേരം പറഞ്ഞ് സീനത്തെ കയ്യിലെ കാശ് തീർന്നു, ഞാൻ പെരിയാറ്റി പോയി പൈസ ഉണ്ടാക്കിയിട്ട് വരാം, നീ പിള്ളേരെ നോക്കിയിട്ടേര്, ഞാൻ പോയിട്ട് എളുപ്പം വരാൻ പറഞ്ഞ് പോയ ആൾ 3 ദിവസമായിട്ടും വരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മ വേറൊരാളെ പറഞ്ഞു വിട്ട്, ഇതറിഞ്ഞിട്ട് പറഞ്ഞു വിട്ട് ആ ആൾ വണ്ടിക്കൂലിയും കൊണ്ട് വരുമ്പം ഞാനവിടെ ഉണ്ട്, കുട്ടികളും ഞാനും അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ജമായത്തിൽ നിന്ന് അതെന്നും പറഞ്ഞൊരാൾ വൈറ്റ് പേപ്പർ ഒന്നും എഴുതാത്തൊരു വൈറ്റ് പേപ്പറോട്ട് വരുന്നു. സീനത്ത് ഇതിൻ്റെ താഴെ നീ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ സൈൻ ചെയ്യുന്നത്, ഒരു സന്ധ്യയ്ക്ക് ഒരു 7 മണിയായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ സൈൻ ചെയ്യുന്നത് ചോദിച്ചു. അത് നീ ചെയ്യും, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വേറൊരു അപേക്ഷ പേപ്പർ എന്നെ അടുത്ത് വായിച്ച് കേൾപ്പിച്ച്, ഇത് കണ്ടോ, ഇത് ജലാൽ നമ്മുടെ പള്ളിക്ക് അയച്ചതാണ്, ഡൈവേഴ്സ് വേണം എന്നും പറഞ്ഞ് അയച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എന്തിനാണ് എന്നെ ഇന്നലെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയ ആളാണല്ലോ എന്ന് പറഞ്ഞു. അതെന്തോ എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനുമായിട്ടൊരു ചെറിയൊരു സംസാരം ഉണ്ടായിട്ട് പുള്ളി അങ്ങ് പോയി. ഇല്ല, ഞാൻ ഇട്ടില്ല. അങ്ങനെ ഞാൻ പോയി. അത് ഇപ്പം ഈ ആൾ നമ്മുടെ നാട്ടുകാരൻ ഒരാൾ വന്ന് വണ്ടിക്കൂലായിട്ട് എന്നെയും കുട്ടികളെയും വിളിച്ചിട്ട് പോയിട്ട് 2 ആഴ്ചയോളം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പള്ളിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് എന്താ സീനത്തെ നീ ഡൈവേഴ്സിന് കത്തയച്ചിരിക്കുന്നതെന്ന്. ഞാൻ ചോദിച്ചു ഞാൻ അങ്ങോട്ട് കത്തിട്ടിട്ടില്ലല്ലോ, ഇതാരാ പറഞ്ഞേ. അതേണ്ട നീ ഒരു അപേക്ഷ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ വണ്ടിപ്പുരർ പോസ്റ്റ് ഓഫീസിൽ വന്ന് ആ കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ എഴുതിയതായിട്ട് എല്ലാം ഞാൻ എഴുതിയിട്ട് ഞാൻ സൈൻ ചെയ്തിട്ടൊക്കെ വന്നിരിക്കുന്നത്. കൂട്ടിക്കപ്പള്ളിക്കും വണ്ടിപ്പുരർ പള്ളിക്കും 2 ജമാഅത്തിലേക്ക് ഈ കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ചെയ്ത് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, ഒന്ന് എൻ്റെ നാത്തൂനാണ്, ഒന്ന് എൻ്റെ ഭർത്താവാണ്. ഇവർ 2 പേരും മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ഇവർ 2 വേറെ ആരില്ല. എൻ്റെ അമ്മായിപ്പനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ജീവന. അങ്ങനെ മരിക്കുന്ന സമയം വരെ എന്നെ ഫോൺ വിളിക്കുമായിരുന്നു, എന്നോട് സഹകരിക്കുക. എൻ്റെ അമ്മായിമ്മയ്ക്ക് കാര്യം ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുശും കാണിച്ചാലും ഇഷ്ടമാണ്. പുള്ളിക്കാരത്തിൻ്റെ ഇഷ്ടത്തിൽ എന്നെ കെട്ടിയതും എൻ്റെ അമ്മായിമ്മയുടെ ഇഷ്ടത്തിൽ എന്നെ കെട്ടിയതും. പിന്നെ എൻ്റെ നാത്തൂനാണ് എന്നെ തീരെ വേണ്ടാത്ത, അനാഥ എന്നുള്ളൊരു ഭാവത്തിൽ 2 പെൺകുട്ടിയായിപ്പോൾ എന്നുള്ളൊരു ഇതിൽ എന്നെ വേണ്ടാന്നായി. എപ്പോഴും പറയടാ നീ ഇടപാട് തീർത്തുകളെ, നിനക്ക് 3-4 അളിയന്മാരുള്ളിടത്തുനിന്ന് ഒരു പെണ്ണ് നോക്കി കെട്ടിച്ചു വയ്ക്കാം, നിനക്കൊരു ജീപ്പ് ഞാൻ എടുത്തിട്ട് തരാം, ഇതിന് എന്നാന്ന് വെച്ചാൽ പറഞ്ഞ് നീ ഇടപാട് തീർത്ത് കളഞ്ഞ് എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് പറയില്ല പുള്ളിക്കാരത്തി. പെൺകുട്ടിയെ പ്രസവിച്ചു പറഞ്ഞാൽ അതെന്നെ കുത്തി കാണിച്ചുകൊണ്ട് എപ്പോഴും പറയും. പിന്നെ അങ്ങനെ ഡൈവേഴ്സിന് ഇതേപോലെ ഇവരുടെ വീട്ടിന് പള്ളി കമ്മിറ്റിയിലുള്ള ഒരു 4 പേര്, പെട്ടിയത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരാൾ, അവരുടെയൊക്കെ ഇരട്ടപ്പേരെ നമുക്കറിയുള്ളൂ, ബോച്ചർ കുഞ്ഞുമൻ എന്ന് പറയുന്ന കണ്ണ് കോങ്ങണ്ണായിട്ടുള്ളൊരു കുഞ്ഞുമൻ എന്ന് പറയുന്ന ആൾ, പിന്നെ ഒരു ഷംസ്, ഒരു സുലൈമാൻ, ഇവർ 4 പേരും കൂടെ പല തവണയായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇച്ചിരി മേട്ടിൽ മലയിൽ താമസിക്കുന്നത്, വണ്ടിപ്പുര UP സ്കൂളിൻ്റെ ഒരു മേട്ടിൽ താമസിക്കുന്നത്, താഴ്വശമല്ല ഞങ്ങൾ. അവിടെ കയറി വരും ഇവർ. കയറി വെച്ചാൽ ഇന്നിപ്പോൾ ഷംസ ഏതെങ്കിലും വെച്ചാൽ ഒരു ബ്ലാങ്ക് പേപ്പർ കൊണ്ടുവച്ച് സീനത്ത് ഇതിൻ്റെ താഴെ ഒപ്പിടുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ എന്താണ് ഇങ്ങനെ മാറി മാറി വൈറ്റ് പേപ്പർ കൊണ്ടുവച്ച് ഒപ്പിടാൻ പറയുന്നത്, എന്നാ സംഭവിക്കുമ്പോൾ അത് ജലാലിന് നിന്നെ വേണ്ട, ജലാൽ നേരിട്ടൊന്നും ചോദിക്കാൻ മടിച്ചിട്ട് എന്നെ കൊണ്ട് ചോദിപ്പിക്കുന്നതെന്ന് പറയും. ഇവർ 4 പേരും എന്നിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല. ലാസ്റ്റാണ് അവർ ഈ പണി ചെയ്തത്. ആ ഒരു നിരപരാധി എനിക്ക് എന്നും തെളിയിക്കണം എന്ന് എൻ്റെ മനസ്സിലൊരു ഭയങ്കര ഒരു വേദനയായിരുന്നു. കാരണം ഞാൻ ചെയ്യാത്തൊരു കത്താണ്. അതെ, പക്ഷെ ഒരു പള്ളിക്കാർ ഇതിന്റെ ഒരു ഇവരുടെ പള്ളിക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഞങ്ങളെ ഇതിനെ കൂട്ടി. ആദ്യം ഇവർ ഞങ്ങളോട് പറഞ്ഞു ജലാലിൻ്റെ യൂസുഫാക്കയുടെ പേർക്കാണ്, കാരണം എൻ്റെ അമ്മായിച്ചനും എൻ്റെ അന്യമതത്തിലുള്ള ഒരാളാണ്, എൻ്റെ അമ്മായിയമ്മ ഒരു അന്യമതത്തിൽ, അവർ 2 മതക്കാരാണ്.
അവർ ഇസ്ലാം മതം ചേർന്ന് വന്നപ്പോൾ അവർക്കൊരു സംഭാവന പോലെ താമസൗകര്യമായിട്ട് പള്ളിക്കാർ കൊടുത്താണ് സ്ഥലം. അങ്ങനെയാണ് എൻ്റെ അമ്മായിപ്പൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അവരുടെ സ്റ്റോറി ഒന്നും കൂടുതൽ അറിയത്തില്ല. അപ്പോൾ അമ്മായിപ്പൻ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥലം പള്ളിക്കാർ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരൊരു ചെറിയ എമൗണ്ട് ആ പള്ളിക്ക് കൊടുത്തു പൈസ, എന്നിട്ട് തീറ് പോലെ. അത് പള്ളിക്കാർക്കും അറിയാം, എൻ്റെ അമ്മായിപ്പനക്കും അറിയാം. ഇപ്പം എൻ്റെ അമ്മായിപ്പൻ മരിച്ചും പോയി. ഇതെൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയുന്ന, എൻ്റെ ഭർത്താവിനെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പം പള്ളിക്കാർ എന്നാന്ന് എനിക്കറിയത്തില്ല, ആരെ ഭയന്നിട്ടാണ് എന്ത് പറയുക. അവർ പറഞ്ഞ ജലാലിൻ്റെ പേര് സ്ഥലമില്ല, യൂസ്പാക്കയുടെ പേരിലായിരുന്നു സ്ഥലം, അത് ഞങ്ങൾ തീർന്ന് എഴുതി കൊടുത്തിട്ടില്ല, അത് 3 സെൻറ്റേ ഉള്ളെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് കൊടി, തെങ്ങ്, കവുങ്ങ്, അതിനകത്തില്ലാത്ത കൃഷിയില്ല. നല്ല അടിപൊളി ഒരു വലിയൊരു വീടും ഉണ്ട് അതിനകത്ത്. എന്നെ കെട്ടിക്കൊണ്ടുപോയ വീടാണ് അത്. കുട്ടിക്ക് പള്ളിയുടെ തൊട്ടടുത്താണ്, പള്ളിയോട് ചേർന്ന, പള്ളിപ്പറമ്പിനോട് ചേർന്ന നല്ല അടിപൊളി വലിയൊരു വീടാണ്. ഒരു 3-4 മുറിയും അടുക്കളയും തിണ്ണയൊക്കെ ഉള്ളൊരു വീടാണ്. 3 സെൻറ്റിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പം കൂടെ വന്ന ആളും ഇപ്പോഴും എന്നെ കളിയാക്കുന്നു, 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയാണ് നീ ഇവിടെ വന്നത്, അത് നമുക്ക് അവിടെ പറഞ്ഞ് തീർക്കായിരുന്നല്ലോ. 31 വർഷം എന്നെ അയാൾ കെട്ടിയിട്ട് ഇന്ന് വരെ ഈ കൊച്ചിനുടെ മുഖത്ത് നോക്കി വെച്ച് ജെസിന മോളെ എന്നൊരു വാക്ക് പിള്ളേരെ വിളിച്ചിട്ടില്ല. പെൺകുട്ടി ആയതുകൊണ്ട് വേണ്ട. എന്നെ വിളിക്കുക, എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ സൗദി പോയിട്ട് 16 കൊല്ലമായി പുള്ളി പോയിട്ട്. ഈ 16 കൊല്ലം എന്നെ ഓരോ നമ്പർ പുള്ളി മാറുമ്പോൾ അപ്പം എന്നെ വിളിക്കും. ഞാൻ ആ നമ്പറെല്ലാം നോട്ട് ചെയ്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം പുള്ളി ആക്സിഡൻ്റായിട്ട് വീണിട്ട് ആഴ്ചയിലും ഡിസ്ചാർജ് ജിദ്ദയിൽ വെച്ച് റിയാദിൽ ആക്സിഡൻ്റായിട്ട് റൂമിൽ വന്ന ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സീനത്തെ 13 ദിവസമാണ് ഞാൻ ആശുപത്രി കിടക്കുമായിരുന്നു, ഇങ്ങനെ തല ചുറ്റി വീണ് ഷുഗർ കൂടിയിട്ട് പല്ല് പോയി, മോണെല്ലാം കീറി പഴയതുപോലെ തന്നെ ആ പഴയ തയ്യൽ വിട്ടുപോയി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഉടനെ നാട്ടിൽ പോകും, പോയ ഉടനെ ഞാൻ വീട്ടിൽ പെരിയാറ്റി വരും, പിന്നെ നീ എളുപ്പം ക്യാൻസറാക്കി കയറുക, നാട്ടിലൊരു ഓട്ടോ എടുത്ത് അവിടെ നിൽക്കാം, ഞാൻ ആരും അറിയാതെ ഒളിച്ചും പാത്തും ഞാൻ പെരിയാറ്റിയൊക്കെ ആവാൻ. ഞാൻ അപ്പം ചോദിച്ചു, എന്തിനാണ് ഒളിച്ചും പാത്തും പറഞ്ഞത്? എന്നെ 15 വയസ്സിൽ കല്യാണം കഴിച്ചൊരു ഭർത്താവല്ലേ നീ, ഇപ്പോഴത്തെ ഭാര്യ വേണമെങ്കിൽ നിനക്ക് ഒഴിവാക്കാം ധൈര്യമായിട്ട്. പക്ഷെ നീ എന്തിനാ എൻ്റെ മുമ്പിൽ ഒളിച്ചും പാത്തും പറഞ്ഞു? ജസീനയും ഷൈനയും ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നല്ല. എന്തിനാണ് ഒളിച്ചും പാത്തും പറഞ്ഞത്? നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാമല്ലോ, നിങ്ങളുടെ മക്കൾ അവിടെ ഉണ്ട്, എൻ്റെ അടുത്ത് വരണ്ട, നമുക്ക് കണക്ഷൻ വേണ്ട, ഫോൺ വിളിയൊക്കെ ഒരു സുഹൃത്തെന്നുള്ള രീതി മതി. പക്ഷെ നിങ്ങളുടെ മക്കളുടെ അടുത്ത് വരാമല്ലോ, അവരോട് പറയാം എനിക്കിനിപ്പോൾ പ്രായമായി, എനിക്ക് എൻ്റെ മക്കളോട് ഞാൻ പോയി ചേരുവാണ്, നിനക്ക് എന്തെങ്കിലും ഞാൻ തരാനുള്ള തന്ന് തീർക്കാൻ പറഞ്ഞ് നിങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് മക്കളോട് ചേരും. ഇവരുടെ മൂത്തവർക്ക് 2 കുട്ടിയുണ്ട്, ഇവർക്ക് 2 കുട്ടിയുണ്ട്. അവരുടെ ഭർത്താക്കന്മാരെ നല്ല പയ്യന്മാരാണ്. എന്നെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഭയങ്കര കാര്യം, 2 പയ്യന്മാർക്കും. അവരുടെ പെറ്റമ്മ പോലെ എന്നെ, ഞാനൊക്കെ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ നോക്കുക 2 പേരും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരോട് വന്ന് നിന്നോ, ഒന്നും ചെയ്യണ്ട, പറമ്പിൽ എനിക്ക് പറമ്പുണ്ട്, പറമ്പിൽ വന്ന് പണി ചെയ്ത് വീട്ടിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴോട് പറഞ്ഞ്, ഇല്ല സീനത്തെ അങ്ങനെ വരാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചെന്നാൽ നിന്നെ അന്ന് പുള്ളി കാര്യമായിട്ട് എന്നോട് പറയുന്നത്, അന്ന് സീരിയസ് ആയിട്ട് സംസാരിച്ചു, നിന്നെ ഞാൻ ഇടപാട് തീർത്തെന്ന് വെച്ചാൽ അന്ന് നമുക്കുള്ള കമ്മിറ്റിക്കാർ നമുക്ക് അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ നീയും ഞാനും പക്വതയില്ലാത്തൊരു സമയമായിരുന്നു, നമുക്ക് ഈ ഇടപാട് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നീട് എന്താകും നമുക്ക് ചിന്തിക്കാനുള്ള ഒരറിവില്ലാത്തൊരു സമയമായിരുന്നു. അതുപോലെയല്ല ഇത് പ്രശ്നമാകും. ഒന്നാമത് വനിതാ സംഘടന, അത് ഇത് TV ചാനൽ, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും, പിന്നെ അവർക്ക് നഷ്ടപരിഹാരം, അങ്ങനെയാണ് ഒത്തിരി പുലിവാലുണ്ട്. അതുകൊണ്ട് അതൊന്നും വേണ്ട, നീ വിഷമിക്കേണ്ട. ഇപ്പം ഞാൻ നിന്നെ 16 കൊല്ലം കൊണ്ട് ഇടപാട് തീർത്ത് 16 കൊല്ലമായി, 2000 ഇടപാട് തീർത്താൽ. അന്ന് മുതൽ ആ ഇടപാട് തീർത്ത് ഒരു 10 ദിവസം വരെ ഞങ്ങൾ വിളിക്കാതിരുന്നിട്ടുള്ളൂ. 10 ദിവസം കഴിഞ്ഞിട്ട് എന്നെ എപ്പോഴും ഞാൻ ഗൾഫിൽ പോവാ, അല്ല ഞാൻ ഇന്നെടുത്താ, അങ്ങനെ എന്നെ വിളിച്ച് എല്ലാ ന്യൂസിൽ തരും. അല്ല, അയാളൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് അയാളുടെ സഹോദരിയാണ് ഞങ്ങളെ പിരിപ്പിച്ചത്. പുള്ളിക്ക് അന്നും ഇന്നും എന്നെ ജീവനാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ റെക്കോർഡ് എടുത്ത് കേൾക്കാൻ പറ്റുമെങ്കിൽ സൗദിയിൽ നിന്ന് മസ്കറ്റിൽ നിന്നുള്ള കോള എടുത്താൽ നിങ്ങൾക്ക് കിട്ടും, കേൾക്കാം. പുള്ളിയുടെ ഇങ്ങോട്ട് പോകാണ്ട് പറയുന്നത്, നിന്നെ എനിക്ക് അന്നും ഇന്നും എപ്പോഴും നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, നിന്നെ എനിക്ക് വെറുപ്പില്ല എന്ന്. പിന്നെ മക്കളോട് എന്താ പ്രശ്നം? പെൺകുട്ടികളായിപ്പോയി. പെൺകുട്ടി ഇപ്പൊ അയാളുടെ പെങ്ങൾ എന്ത് പറഞ്ഞാൽ പെണ്ണടിച്ചത്? ആൺകുട്ടി വേണ്ടിയിട്ടാണ് വേറെ പെണ്ണ് കടിച്ചത്. അതിലവർക്ക് ആൺകുട്ടി ഒരെണ്ണം ഉണ്ടായി. ഇപ്പം എന്തുണ്ട്, ഇപ്പം ഞങ്ങൾക്ക് ഈ ന്യൂസ് ഇവരുടെ ജമാഅത്തിൽ നിന്ന് തന്നെ അവരുടെ വഴിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ്, ഒരു ഈ സ്ഥലവും വീടും വിറ്റിട്ട് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് ഒരു CC ഇല്ലാതൊരു വണ്ടി എടുക്കുക, ബാക്കി പൈസ അവരുടെ മോൻ്റെ പേർക്ക് ബാങ്കിലിടുക. ഇതായാലും അവരുടെ തീരുമാനം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞു. അതിനിപ്പോൾ എനിക്കറിയാം കൂട്ടിക്കലുണ്ട്. ഇവരിപ്പോൾ താമസിക്കുന്ന അയാളുടെ ഇപ്പോഴത്തെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. അത് നമുക്ക് അവകാശം പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ആ സ്ത്രീയുടെ സ്വത്താണ്. എൻ്റെ അമ്മായിയച്ഛന് കിട്ടിയ സ്വത്തുണ്ട് സ്ഥലം, അത് 1 സെൻറ്റായാലും അതിൽ 1/4 സെൻറ്റ് ഇവർക്ക് കിട്ടട്ടെ.
അല്ലെ അത് വിറ്റിട്ട് ആ കാശിന്റെ പൈസ ന്യായമായ ഒരു ആവശ്യമാണ്. കെട്ടിക്കാൻ നേരത്ത് മൂത്തവർക്ക് 15 പവൻ കൊടുത്തു, 1.5 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. പിന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വീട്ടു സാധനങ്ങൾ തമിഴ്നാട്ടിൽ നമ്മൾ കെട്ടിച്ചത്. കാരണം ഞങ്ങളുടെ കമ്മിറ്റിക്കാർ പറഞ്ഞ് അവിടെ കൊടുത്താൽ മതി എന്ന്. ഞാൻ എൻ്റെ പള്ളി കമ്മിറ്റിക്കാർ പറയുന്ന പോലെ ഞാൻ ചെയ്യുള്ളൂ. അവിടെ ഞാൻ കൊടുത്താൽ മതി, നല്ല ചെറുക്കനാണ്, നീ സൗന്ദര്യ ഭംഗിയും നോക്കണ്ട, അവിടെ കൊടുക്കും, പെണ്ണ് നല്ല ജീവിതം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതനുസരിച്ചു. എൻ്റെ പള്ളിക്കാർ എന്നെ കുറേ സഹകരിച്ചു. പിന്നെ ഞാൻ കുറേ മസ്കറ്റിൽ നിന്ന് ഞാൻ കുറേ എൻ്റെ പരിചയക്കാരോടൊക്കെ ആയിട്ടൊക്കെ ഞാൻ പിരിച്ചും ഞാൻ കഷ്ടപ്പെട്ട പൈസ എല്ലാം കൂടെ വെച്ച് 18 പവന് 1.5 ലക്ഷം രൂപയും കൊടുത്ത്, വീട്ടു സാധനം 50,000 രൂപയുടെ വീട്ടു സാധനവും കൊടുത്തു. ആദ്യത്തെ പ്രസവവും ഞാൻ നോക്കി കൊടുത്തു വിട്ട്. പിന്നെ ഇതിനും അതേപോലെ ഇതൊരു ചെറുക്കനെ ഇഷ്ടപ്പെട്ട് നമ്മളോട് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഇഷ്ടമാണ്. നമ്മൾ അതിനകത്ത് എതിർത്ത് നിന്നിട്ട് പിന്നെ തമിഴാണോ അതോ? അല്ല, മലയാളിയാണ്. നമ്മുടെ വീട്ടിനടുത്തുള്ളതാണ്. നമ്മളൊക്കെ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. നമുക്കറിയുന്ന ചേർക്കാനാണ് വീട്ടുകാരവരൊക്കെ. ഇതിനും കൊടുത്ത് ഓട്ടോ മേടിച്ചു കൊടുത്തു. അവന് ഓട്ടോ ഓടിക്കുന്ന ഇറക്കാനാണ്. ഓട്ടോ മേടിച്ചു കൊടുത്ത് 13 പവൻ്റെ സ്വർണം കൊടുത്തു. പിന്നെ 1 ലക്ഷം രൂപയും കൈ കൊടുത്തു. ഇത്രയും ഞാനൊരു ഹൗസ് മേഡിൻ്റെ പണി ചെയ്തിട്ടും അവിടെ മസ്കറ്റിൽ നല്ലവരായ കുറേ മലയാളികളോടൊക്കെ ഈ പള്ളിയിലെ ഇതൊക്കെ കാണിച്ചും ഒക്കെ ആയിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരും ഒക്കെ എന്നെ സഹകരിച്ചു. നമ്മുടെ പള്ളിക്കാരൊക്കെ നല്ല സഹകരിക്കുന്നവർ എൻ്റെ പള്ളിക്കാർ. ഞങ്ങൾക്ക് മാസത്തിൽ അരിയുണ്ട്, എനിക്ക് തേങ്ങ ഉണ്ട്, എണ്ണയുണ്ട്, എല്ലാം എൻ്റെ പള്ളിക്കാരേക്ക് തരും. പക്ഷേ ഞാൻ വന്ന് സെറ്റിൽ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി 2013. അപ്പോൾ എൻ്റെ അച്ഛന് കിട്ടിക്കൊടുത്ത സാധനം മൊത്തം എനിക്കിപ്പോൾ കിട്ടും. പക്ഷെ ഞാൻ വന്ന് സെറ്റിലായി കഴിയുമ്പോൾ എനിക്ക് തരും അവർ. നല്ല ഇതാണ് അവർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ജലാലുദ്ദീൻ അല്ലേ ഹസ്ബൻഡിന്റെ പേര്? അദ്ദേഹത്തിന് വേറെ സഹോദരന്മാരില്ലേ? ഇല്ല, ഒരു മോനേ ഉള്ളൂ. എന്റെ അമ്മായിയച്ഛനിലും എന്റെ അമ്മായിമ്മയിലും ഒരു മോന്. ആ സഹോദരി വന്ന് എന്റെ അമ്മായിമ്മയുടെ ആദ്യത്തെ വിഭാഗത്തിലുള്ള മോളാണ്. സിസ്റ്റേഴ്സാ? ഒരു സിസ്റ്ററേ ഉള്ളൂ. ഈ ഒരു സിസ്റ്റർ പുള്ളിയുടെ സ്വന്തം സിസ്റ്റർ അല്ല. അവർക്കും ആ സ്വത്തിൽ അവകാശമില്ലേ? അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കാരണം അമ്മ അത് അവരുടെ അമ്മയുടെ ആദ്യത്തെ വിഭാഗത്തിലുള്ള അല്ല, ബാപ്പയുടെ ഈ ജലാലുദ്ദീന്റെ ഉപ്പയുടെ പേരിലുള്ള സ്വത്തല്ലേ ഈ പറയുന്ന അവകാശം? ജലാലിന്റെ ഉപ്പയുടെ പേരിൽ പള്ളിക്കാർ കൊടുത്ത സ്വത്താണ്. അതെ, ആ സ്വത്തല്ലേ ഇപ്പൊ ജലാലുദ്ദീന് കിട്ടിയെന്നിരിക്കുന്ന പറയുന്നത് ഉള്ളത്. ജലാലുദ്ദീന്റെ പേരിലേക്ക് മാറ്റി എന്ന് പറയുന്നത് അമ്മയുടെ പേർക്കാ മാറ്റിയിരിക്കുന്നത്. അമ്മയുടെ പേരിലേക്ക് ഉമ്മയുടെ പേർക്ക് ഇപ്പാക്കിയിരിക്കുന്നത്. ഈ അമ്മയുടെ പേരിലേക്ക് മാറ്റിയതിന്റെ ദുരുദ്ദേശവും അതാണ്. അമ്മയുടെ പേരിലാവും സ്വാഭാവികമായിട്ടും മക്കൾക്ക് വരുമല്ലോ രണ്ടുപേർ. അമ്മയുടെ ആദ്യത്തെ വിഭാഗത്തിലുള്ള മോളത്. അപ്പൊ ജലാലുദ്ദീന്റെ പേരിൽ സ്വത്തില്ല? സ്വത്തില്ലെന്ന് വെച്ചാൽ പള്ളിക്കാർ ഇപ്പൊ പറയുന്ന അല്ല, ഇതിപ്പോ ഉമ്മയുടെ സ്വത്ത് ഈ മോനിക്കുള്ളതാണ്. ഉമ്മക്ക് ഒരു മോനേ ഉള്ളൂ. ഈ ഒരു മോനേ ഉള്ളൂ. പക്ഷെ ഈ സ്വത്ത് കിട്ടിയിരിക്കുന്ന ജലാലുദ്ദീന്റെ വാപ്പയുടെ സ്വത്താണ്. ജലാലുദ്ദീന്റെ യൂസുഫ് കാക്കയുടെ സ്വത്ത് ആമിനമാണ്. മറ്റേ വാപ്പയുടെ അല്ലല്ലോ. അല്ല അവര് മകൾക്കും വരും. അമ്മയുടെ പേരിലാവുമ്പോ മകൾക്കും വരും. അതാണ് അതുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ മാറ്റിയിരിക്കുന്നത് അവർക്കും വാപ്പച്ചി പറയുകയും ചെയ്തു എന്റെ പേരിലുണ്ടല്ലോ നിങ്ങളുടെ പേരിൽ തരുന്നത് എന്റെ പേരിലല്ലോ എന്ന് പറയും. അത് എന്റെ പേരിൽ ആക്കുന്നില്ല, എന്റെ പെങ്ങളുടെ പേർക്ക് ആക്കുമെന്ന് പുള്ളി വെല്ലുവിളിച്ചു. ഇപ്പൊ അമ്മയുടെ പേരിലായിരിക്കുന്ന അമ്മയുടെ പേർക്കുള്ളത് എന്റെ പെങ്ങൾക്കും അവകാശപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പുണ്ടോ? ഭയങ്കര സ്നേഹവും മക്കളോട്. അല്ല, തനിക്ക് കിട്ടിയെങ്കിലും വേണ്ട മക്കൾക്ക് കിട്ടണ്ട. പെങ്ങ കിട്ടിയാലും സാരമില്ലെന്ന് വാപ്പച്ചി തന്നെ പറഞ്ഞാൽ മനഃപൂർവ്വം തന്നെ ചെയ്താന്ന്. ഈ പിള്ളേരോട് ഭയങ്കര വൈരാഗ്യ മനോഭാവത്തോടു കൂടിയാണുള്ളത്. ഇങ്ങനെ അങ്ങനെ വരും ചിലക്ക്. ഒന്നാമത് ഈ പെങ്ങൾക്ക് മക്കളില്ല. ആ സ്ത്രീ രണ്ടാമത് കല്യാണം കഴിച്ചാല് അയാൾക്ക് കുറച്ച് മക്കളുണ്ട്. അയാൾ എൻ്റെ നാട്ടുകാരനാ, കുമളിക്കാരനാ. വണ്ടിപുരടുത്ത് കുമളിയിലുള്ള അയാൾക്ക് ആദ്യത്തെ കെട്ടിലെ കുറേ മക്കളുണ്ട്. ആ പിള്ളേരാണ് ഇപ്പം എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ വന്ന് എല്ലാം അനുഭവിക്കുന്നത്. നാത്തൂൻ്റെ കാര്യങ്ങൾ ഇപ്പം എൻ്റെ നാത്തൂൻ മരണപ്പെട്ടാലും ആ സ്വത്തൊക്കെ അയാളുടെ ആ മക്കൊക്കെ ഉള്ളത്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്രൂരമായ ചിന്താഗതികളുള്ള ചില ആൾക്കാരുണ്ട്. അവരാണ് ഇതിനകത്ത് പ്രധാന വില്ലത്തിയായിട്ട്. ഇപ്പം 20,000 രൂപ ഇടപാട് തീർത്തപ്പം അതാ കമ്മിറ്റിക്കാരുടെ മിസ്റ്റേക്കാണ്. അവർ ജലാലെ ഈ 20,000 രൂപയുടെ ഒരു പെൺകുട്ടി അങ്ങനെ കെട്ടുകയും ചോദിച്ചിട്ട് എനിക്ക് എന്നെ ഇടപാട് തീർത്തപ്പോൾ ഒരു നഷ്ടപരിഹാരം എനിക്ക് വാങ്ങി തന്നിട്ടില്ല, എനിക്കൊരു ചിലവിന് വാങ്ങി തന്നിട്ടില്ല, ഒന്നും എനിക്കൊന്നുമില്ല. ഒരു പട്ടിക്കുഞ്ഞിനെ നമ്മൾ വീട്ടിൽ വളർത്തി അതിനെ അഴിച്ചു വിട്ട പോലെ ആയിപ്പോയി. ഞാൻ എനിക്കൊന്നും അതിനുള്ള ആ ഒരു അറിവില്ല. പിന്നെ ഇത് ബുദ്ധി പറഞ്ഞു തരാനും നമുക്ക് വീട്ടിൽ ആളില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്കലിലൊക്കെ ഇപ്പം എൻ്റെ പിന്നെ 20 വയസ്സിലാണ് 21 വയസ്സിലാണ് ഞാൻ അറബി നാട്ടിൽ കയറുക. 25 വർഷമായി. ഇപ്പം എനിക്കിപ്പോൾ അവിടെ എല്ലാ ആൾക്കാരോട്ട് സഹകരിച്ച് ഇപ്പം നമുക്ക് ഇച്ചിരി അറിവും ബോധമൊക്കെ വന്ന് അന്ന് ഈ ബുദ്ധി പറഞ്ഞു തരാൻ നമുക്ക് ആളില്ല. വണ്ടിപ്പെരിയാർ എന്ന് പറയുന്നത് ഒന്ന് പഠിപ്പും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഒന്നും കിട്ടില്ല. അന്ന് അവരെങ്കിലും ഒന്ന് പറഞ്ഞ് സഹകരിച്ച് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ 20,000 രൂപയ്ക്ക് കൊച്ചിന് പിള്ളേർക്ക് കിട്ടിയപ്പോഴാണ് പല തവണയായിട്ടാണ്. അതിന് ചെന്ന് നിൽക്കുമ്പോൾ പള്ളിവാക്ക ചെല്ലുമ്പം 100 ചീത്ത അവരുടെ അച്ഛൻ്റെ അമ്മ വിളിക്കും. അവരും വരും താഴെ പള്ളിവാതിക്കല്. അയാളുടെ ഭാര്യയും വരും.
ഈ അയാളുടെ ഭാര്യ ഒന്നും പറയല. ഈ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഈ അച്ഛൻ്റെ അമ്മ ഈ പിള്ളേരെ അത്രയും തരം താന്ന വർത്തമാനം പറയും. ഈ പൈസയ്ക്ക് ചെല്ലുമ്പോൾ എൻ്റെ മകനെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിച്ചൂടെ, അമ്മയും മക്കളും കൂടെ ചേർന്ന് അവനെ ജീവിക്കാൻ അനുവദിക്കല്ലേ, പിന്നെ വിട്ടുപോയതല്ലേ, പൊയ്ക്കൂടെ ശല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരെ ചീത്ത പറയും. ഈ കൊച്ചു ഫോൺ ഓണാക്കി വെച്ചിട്ട് എന്നെ കേൾപ്പിക്കും, അമ്മ ആമിനാമ്മ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ കൈരളി ടി വിയിലേക്ക് ഈ അപേക്ഷ അയച്ച അന്ന് തന്നെ ഞങ്ങൾ കൂട്ടിക്കപ്പള്ളിക്ക് അപേക്ഷ അയച്ചു. എന്നിട്ട് ഞാൻ മസ്കറ്റിൽ നിന്ന് ഞാൻ ഇപ്പോൾ മസ്കറ്റില്ല, ഞാൻ ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ചയുള്ളൂ. ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അഷറഫായി ഇന്ന പോലെ ഞങ്ങൾ കൈരളി ജീവിതം സാക്ഷി എന്നുള്ള പരിപാടി ഞങ്ങളിങ്ങനെ അപേക്ഷ അയച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ജഡ്ജ്മെൻറ്റ് ഞങ്ങളോട് പറയാം നിങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല, അങ്ങനെ ഒരു നിയമമില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ ഞങ്ങളെ സമ്മതിച്ചു പോട്ടെ. ഇല്ല എങ്കിൽ 1 സെൻറ്റിൽ 1/4 സെൻറ്റിൽ ഞങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കിട്ടിയിരിക്കണം. എനിക്ക് വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കണം. 31 വർഷം എനിക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. ഇനി ഞാനൊന്ന് ഇതിലേക്കൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സീനത്ത് നീ അവിടെ പോകണ്ട, ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പടപടാന്ന് പിറ്റ വിളി വെച്ച് പിള്ളേരെ വിളിപ്പിച്ചിട്ട് എല്ലാം എഴുതി കുത്തി കൈ കൊടുത്ത അവർ ജലാലിനെ നീ ഇത് ഇട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പള്ളി വിലക്കുന്നവരെയായി. എന്താ ചെയ്യിപ്പിച്ച് പറമ്പ് വീട് വന്ന് 4 പിള്ളേർക്കൊന്നും മാത്രം അത്താക്കില്ല, അത്താടെ അമ്മായിക്കില്ല, ആർക്കും ഇല്ല. അമ്മ ഞങ്ങളുടെ അത്താടെ അമ്മ ഇരിക്കുന്നത് വരെ മരണം വരെ ഇരിക്കാം അല്ലെ എന്ന് ആരെഴുതി? കമ്മിറ്റിക്കാർ തന്നെ എഴുതി ഞങ്ങളുടെ അത്താനെ കൊണ്ട് ഒപ്പിടിച്ചു. അതിന്റെ അത്താനല്ലല്ലോ വീടിപ്പോ ഉള്ളത്. അല്ല, അത്താടെ അമ്മയുടെ പേരിലാണ് ഉള്ളത്. അത് അത്താടെ അമ്മയുടെ അത് ഞങ്ങളുടെ വല്യത്തെ സമ്പാദിച്ചതാണ്. അത് ഞങ്ങൾക്ക് തരാനുള്ള അവകാശം പള്ളിക്കാർ പറഞ്ഞു, അത് അവർക്ക് കൊടുക്കാൻ അവകാശപ്പെട്ടതാ. അമ്മ ഇടണമായിരുന്നല്ലോ. അപ്പം അവരെ ഒപ്പിടണ്ടേ? അവരുടെ അല്ലേ പറമ്പിരിക്കുന്നേ, അപ്പൊ അവരെ ഒപ്പിടണ്ടേ? കാരണം അവിടെ വെച്ച് തന്നെ പുള്ളി പറയുന്നുണ്ടല്ലോ, നീ ഒപ്പൊക്കെ മേടിച്ചോ, പക്ഷെ നിനക്ക് കിട്ടും നീ പ്രതീക്ഷിക്കണ്ട. ഞങ്ങള് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കും ഓർത്തോണ്ട് തന്നെ അത്തമ്മയുടെ പേർക്ക് കോപ്പിയുണ്ടോ? ആ ഉണ്ട്, കൊണ്ടുവരുന്നു. ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് അല്ല. അല്ലല്ല, ഇതുകൊണ്ട് ലെറ്റർ പാഡിൽ എഴുതി തന്നെ. ഇത് അദ്ദേഹത്തിന് ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യമുള്ള ഒരു വസ്തു അല്ല. നമ്മളൊരു വസ്തു ഒരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് അദ്ദേഹത്തിന് ഫുൾ ഓണർഷിപ്പ് വേണ്ടേ? ഇതിപ്പോ ബാപ്പയുടെ ഉമ്മക്കാണ് അവകാശം. ഇതിപ്പോ മുസ്ലിം ലോ പ്രകാരം ആയതുകൊണ്ട് ഇത് ബാപ്പയുടെ ഉമ്മയാണ് ഇത് എഴുതിയതെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പേപ്പർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരു വിലയുമില്ല. ഇത് നിങ്ങളെ എന്തെങ്കിലും വിധത്തിൽ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിട്ട് ചെയ്തതായിരിക്കാം. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ സാർ? ഇദ്ദേഹമാണ് ജലാലുദ്ദീൻ. എത്ര വയസ്സിലായിരുന്നു ജലാലുദ്ദീൻ വിവാഹം? 19 വയസ്സ്. അമ്മയും പെങ്ങളും എല്ലാരും ഇഷ്ടപ്പെട്ട് തന്നെ നടത്തിയ കല്യാണം അല്ലേ? അല്ലേ? അന്ന് അച്ഛനുണ്ടായിരുന്നു, അച്ഛനും ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ എവിടെ വെച്ചാണ് ഇവര് നിങ്ങൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരായത്? ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് പ്രശ്നങ്ങളായി. ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. വീട്ടിൽ എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ പ്രായമുള്ള ഒരു അമ്മയാ. പുള്ളിക്കാരിയായിട്ടാ ഈ വഴക്ക്. ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല, എന്നെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, ടൗണിൽ വെച്ച് കുത്തിന് കയറി പിടിക്കുക. ഇതൊക്കെയാണോ മര്യാദ? പല പ്രാവശ്യം ഞാൻ വാണിംഗ് കൊടുത്തു. അത് കഴിഞ്ഞ് 5 വർഷം പിന്നെയും പോയി. അന്നേരമെല്ലാം പള്ളിക്കാരും സമുദായം ഇങ്ങനെ പറഞ്ഞ് തീർത്തോണ്ടിരുന്നു. എനിക്ക് ശ്രീധനം വെച്ചാൽ എനിക്ക് ശ്രീധനം ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് ഗോൾഡിന്റെ മാലയാ, സ്വർണ്ണമാലയാണ് തന്നത്. ഇമിറ്റേഷൻ ഗോൾഡിന്റെ പുള്ളിക്കാരിക്കറിയാം ഇതല്ല കൊടുത്തത്. സ്വർണ്ണമല്ല. എന്റെ അച്ഛൻ എന്നിട്ട് ഇവർക്ക് ചോദിച്ചത് 2 പവന്റെ എത്ര തരുമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു എന്റെ പെണ്ണിനൊന്നും കൊടുക്കാനില്ല, എന്റെ ഒന്നും സ്വത്തില്ല എന്ന് പറഞ്ഞു. ഓ കുഴപ്പമില്ല, ഉള്ളോത്താന്ന് പറഞ്ഞു. അവരുടെ ബാപ്പയാ പറഞ്ഞത് ഉള്ളോത്താ. അപ്പൊ എന്റെ ഫോട്ടോ കണ്ടപ്പോ ഇവർ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞ് പെണ്ണ് ഇനി എന്റെ മോൻ ആദ്യമായിട്ട് പോയി പെണ്ണ് കണ്ടത് ഇതാണ്, ഇത് ഇനി മതി എനിക്ക്. ഇനി ഒരു പെണ്ണ് കാണാൻ ഞാൻ പോകുന്നില്ല ഒരിടത്ത്, ഈ പെണ്ണെ തന്നെ കെട്ടുക, എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഉമ്മ പറഞ്ഞ്. അപ്പോൾ വാപ്പ പറഞ്ഞ് ഞാൻ 2.5 പവൻ്റെ സ്വർണം തരാം, 2500 രൂപയും തരാമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി അതിൽ 2000 രൂപ അങ്ങോട്ട് കൊടുത്തോന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല മേഡം. കിട്ടിയത് 500 രൂപ കിട്ടിയുള്ളൂ. അതായിരിക്കും, ശരിയായിരിക്കും, കറക്റ്റ് ആയിരിക്കും, എനിക്കറിയത്തില്ല. അതിന് മാല തന്നത് പിന്നെ ഗോൾഡ് മാല, സ്വർണ്ണമല്ല എന്ന്. ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ കൊടുക്കൽ വാങ്ങലുകളെല്ലാം മഹർ അത് രജിസ്റ്റർ ബുക്കിൽ എഴുതും. അപ്പം ബന്ധം പിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് പോകില്ലാന്നുണ്ടെങ്കിൽ പിരിയുന്ന സമയത്ത് എന്ത് വാങ്ങിച്ചിട്ടുണ്ടോ അത് തിരിച്ചു കൊടുത്തിരിക്കണം. അതാണ് ഞങ്ങളുടെ നിയമപ്രകാരം. അപ്പൊ അങ്ങനെ എഴുതിയിരിക്കുന്നത് അത് കൊടുത്തു. എനിക്ക് 500 രൂപ കിട്ടിയുള്ളൂ സ്ത്രീധനമായിട്ട്. പക്ഷെ നിങ്ങൾ 7500 കൊടുത്തു. മൊത്തം 7500 രൂപ കൊടുത്തു.
ആ അത് പള്ളിയിൽ അവരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എല്ലാവരും ഇവരുണ്ടായിരുന്നു. ഇവരെയും വിളിപ്പിച്ചു, ഞങ്ങളെയും വിളിപ്പിച്ചു. പള്ളിക്കാരും ഞങ്ങളെ പള്ളിക്കാരും ഇവരുടെ പള്ളിക്കാരും എല്ലാം ചേർന്ന് നിന്നിട്ടാണ് ഇത് തുക കൊടുക്കുന്നത്. അങ്ങനെയാണോ വഴി? അങ്ങനെ ചൊല്ലി ഇവരെ എല്ലാരെയും വിളിപ്പിച്ചൊന്നിച്ചാ നടത്തിയെന്ന് പറയുന്നു. ആ എല്ലാരും നിർത്തി ഇടപാട് തീർക്കുമ്പം പിന്നെ കത്തയച്ച കഥയാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ കത്തയച്ചത് അവരുടെ താല്പര്യത്തിലല്ല കത്തയച്ചത്. കത്തയച്ചത് അവരെ ചതിച്ചാണ് കത്തയച്ചതെന്നാ പറയുന്നത്. അവര് ആ കത്ത് ഞാൻ ഇപ്പോഴും അഷർബിനോട് പറഞ്ഞ ഇവരുടെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. മേഡം മുട്ടാത്തർക്കങ്ങളാണ്. പുള്ളിക്കാരി എന്ന് വെച്ചാൽ പിന്നെ ഞാൻ മുൻകാല ചരിത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറയിച്ചാൽ ഞാൻ പറയുകയും ചെയ്യും.